ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് ബീഫ് നന്നായിട്ട് നമുക്ക് ഉലർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് 2 കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി അത് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മുറിച്ച് നമ്മൾ ഒരു വലിയൊരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിലോട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ അതിലോട്ട് ഒരു പിടി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടിയും കൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. പിന്നെ അതിലോട്ട് കുറച്ച് കണക്ക് പറയുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിലൊരു പിടി വാരിയിട്ട് ഇങ്ങോട്ട് ഇടാണ് ചെയ്തില്ല. പെരിഞ്ചീരൊക്കെ ഞാനൊരു പിടി ഇങ്ങോട്ട് കയ്യിൽ വാരി എടുത്തിട്ട് ഇടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബീഫ് വെക്കുന്ന സമയത്ത് നമ്മൾ പെരിഞ്ചീരൊക്കെ നമ്മൾ എത്രയും നമ്മൾ ചേർക്കണോ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഈ കുപ്പി കൊണ്ട് ഇങ്ങനെ കുലുക്കി ചേർത്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, വെളിച്ചെണ്ണയാണ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് കട്ട ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? രാവിലെ എങ്ങനെയാണ് അവിടെയൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മളിവിടെ എടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എത്ര പേര് ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്? അപ്പോൾ അങ്ങനെ കുഴച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കാരണം ഇങ്ങനെ കുഴച്ചിട്ട് ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു മസാലയുടെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ ഇത് ബീഫിൻ്റെ വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടൊന്ന് പാളി നോക്കി പോകുന്നുണ്ട്. അവൻ ഇങ്ങനത്തെ കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളം അധികം പച്ചവെള്ളം അധികം പാർന്ന് കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളമേ പാർന്ന് കൊടുക്കും. അതിൻ്റെ കൈ ഒന്ന് കഴുകിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് കൈ കുഴച്ചപ്പോൾ ആ കയ്യിലോട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഓവറായിട്ട് നമുക്ക് കറി വേണ്ട, നമുക്ക് ബീഫ് നന്നായിട്ട് നമുക്ക് ഉലർത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം വെക്കുന്നില്ല. പിന്നെ നന്നായിട്ട് ഇത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മളൊരു 4 വിസിൽ അല്ലെങ്കിൽ ഒരു 3-4 വിസിൽ നമ്മൾ ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മൾ അടുപ്പിലോട്ട് നമ്മൾ നല്ല കട്ടിയുള്ള നമ്മളെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പിന്നെ അടുപ്പിലാണ് നമ്മൾ പിന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതുവരെ കുക്കറിലോട്ട് മാറ്റുന്ന സമയത്തും ഇതിൽ ഒരുപാട് വെള്ളം വെക്കുന്നില്ല. ഞാൻ അതിൽ കാണുന്ന ആ ഒരു പാത്രത്തിൽ കാണുന്ന കുറച്ച് വെള്ളം, ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കഴുകിയതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം ഞാനിതിൽ വെക്കുന്നുള്ളൂ. അപ്പം കാരണം ബീഫ് വേവുന്ന സമയത്ത് ഒരുപാട് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം നമ്മളും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കുക്കറിലിട്ടിട്ട് 4 വിസിൽ ഞാൻ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് നല്ല കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചട്ടിയുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ബീഫ് മാറ്റി എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിത് വരട്ടിയെടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുള്ളൂ. പിന്നെ ഞാൻ ഈ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ബീഫിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അടുപ്പിലുള്ള വിറകെല്ലാം മാറ്റിയിട്ട് നല്ല കനലടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടി നല്ല കറുത്ത കളറാക്കി നമുക്ക് ബീഫ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറുത്ത കളറാക്കി ബീഫ് മാറ്റിയെടുത്താൽ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ വീട്ടിൽ ഇതുപോലെ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണ്ട, കുറച്ച് സാധനങ്ങൾ ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.